Good afternoon. Good afternoon. Okay, good afternoon. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഹീമോഡയാലിസിസ് കഴിഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസും കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസ് വരെയല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ. ഇനി അപ്പൊ അതിനകത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഈ നമ്മൾ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോ. ഫില്ല്, FILL, ഫിൽ. ആ ലൈൻ, ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. FILL, ഫിൽ. ഓക്കെ. നെക്സ്റ്റ്, ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്ത് കിടക്കും. 3-4 മണിക്കൂർ നമ്മൾ പറഞ്ഞു ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്ത് കിടക്കുന്നു. അതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്. DWELL, ഡൊൽ. DWELL, ഡൊൽ. ഓക്കെ. ഇനി ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷൻ ആ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ, വേസ്റ്റിനെ ഒക്കെ അബ്സോർവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പുറത്തേക്ക് ആ സൊല്യൂഷൻ കളയുന്നു. ഒരു ബാഗിലേക്ക് തന്നെ, കാത്തീറ്ററിൽ കൂടെ തന്നെ ബാഗിലേക്ക് കളക്ട് ചെയ്യുന്നു. അപ്പൊ അത് പുറത്തേക്ക് കളയുന്ന ഇതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. DRAIN, ഡ്രെയിൻ. അപ്പൊ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. ഫില്ല്. ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് കിടക്കുന്നതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്. ഡൊല്ല്, DWELL, ഡൊല്ല്. ഓക്കെ. ഇനി നമ്മൾ ഒരു 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ആ സൊല്യൂഷൻ നമ്മൾ പുറത്തേക്ക് കളയും. കത്തീറ്ററിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ആ സൊല്യൂഷൻ കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN. എല്ലാവർക്കും മൈക്ക് ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. ഓക്കെ. നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ക്ലിയർ ആയെങ്കിൽ എസ് എന്ന് ഇടാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. CRRT എന്ന് പറയുന്നത്. CRRT. അത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് എക്സാമിന് ചോദിക്കും. CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. ഇതെന്താന്ന് നോക്കിയേ. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. കിഡ്നി രോഗം മൂർച്ഛിച്ച് അത് സിവിയർ ആയിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് ഈ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT എന്ന് പറയുന്നത്. ഓക്കെ. This therapy is used mainly in the intensive care unit for people with a severe kidney failure. കിഡ്നി രോഗം മൂർച്ഛിച്ചിട്ട് അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ കൂടിയ ആളുകളെ ഇന്റൻസീവ് കെയറിൽ കിടത്തി കൊടുക്കുന്ന ആ ഡയാലിസിസ് ആണ് CRRT. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് നോൺ ആസ് ഹീമോഫിൽട്രേഷൻ? ഏതാ? CRRT. ഓപ്ഷൻസ് ഹീമോഡയാലിസിസ് വരും, പെരിറ്റോണിയൽ ഡയാലിസിസ് വരും, CRRT വരും, നൺ ഓഫ് ദ എബോവ് എന്നും തരും ഓപ്ഷൻസ്. ഏതാ? വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ? ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആ? ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്? CRRT. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. CRRT എന്നെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ. എ മിഷ്യൻ, ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയേ. എ മിഷ്യൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്.
ഒരു ട്യൂബിൽ കൂടെ നമ്മുടെ ബ്ലഡിലേക്ക് ഒരു മിഷ്യൻ കടത്തി വിടുക ചെയ്യുന്നത്. ഒരു ട്യൂബിൽ കൂടെ ബ്ലഡിലേക്ക് ഒരു മിഷ്യൻ പാസ് ചെയ്യുന്നു, കടത്തി വിടുന്നു. എന്നിട്ട് ഇറ്റ് ഫിൽറ്റേഴ്സ്, അവിടെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് എഴുതിയാല് ഇറ്റ് ഫിൽറ്റേഴ്സ്, ഫിൽറ്റർ എന്നുള്ളത് വെട്ടിയിട്ട് ഇറ്റ് ഫിൽറ്റേഴ്സ് FILTERS ആൻഡ് എലിമിനേറ്റ്സ്. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ ആ ഒരു സെന്റൻസ്. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് വാട്ടർ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇത് ആ വേസ്റ്റിനെയും വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ദ ബ്ലഡ് ഈസ് റിട്ടേൺ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കടത്തുന്നു. ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി ടുഗദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ആ ബ്ലഡ് ബോഡിയിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പെർഫോംഡ്. ദിസ് പ്രൊസീജിയർ ഈസ് പെർഫോംഡ് 12 to 24 hours. 12 to 24 hours, 12 മണി 24 മണിക്കൂറും ഇത് ഈ പ്രൊസീജിയർ ചെയ്യാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 12 to 24 hours a day. നോർമലി എവരി ഡേ, ഒരു ദിവസം മുഴുവനും കണ്ടിന്യൂസ് ആയിട്ട് അത് ഡയാലിസിസ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് എന്നാക്കാം അവിടെ. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ്. ഓക്കെ, അതാണ് CRRT എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഹീമോഫിൽട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU കിടക്കുന്ന പേഷ്യൻസിന്, സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. എങ്ങനെയാ, ഒരു മിഷ്യൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു ട്യൂബിൽ കൂടെ നമ്മുടെ ബ്ലഡിലേക്ക് ഒരു മിഷ്യൻ കടത്തി വിടുന്നു. അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് ദ വേസ്റ്റ് പ്രൊഡക്ട്സ്. വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ ഇതിനെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്നു മിഷ്യൻ. ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് പെർഫോംഡ് 12 to 24 hours a day, നോർമലി എവരി ഡേ. എല്ലാ ദിവസവും 12 to 24 hours ഈ ഡയാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഹീമോഫിൽട്രേഷൻ എന്നുള്ളത് അടിയിൽ വരച്ചിടുക കേട്ടോ. പിന്നെ അതുപോലെ ഫസ്റ്റ് സെന്റൻസും, ദിസ് തെറാപ്പി ഈസ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ഇനി നമുക്ക് അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസും കഴിഞ്ഞു. ഹീമോ ഡയാലിസിസ് പറഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞു, തേർഡ് വൺ ആണ് CRRT. ഇനി നമുക്ക് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്സുകൾ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ശരിക്കുള്ള ഡയാലിസിസിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് increase the effectiveness of your dialysis treatment. ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ കണ്ടോ, കുറച്ച് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. നമ്മുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ, ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമ്മൾ ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഫലപ്രാപ്തി നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അതിനകത്ത് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നമ്മൾ പകുതി വെച്ച ട്രീറ്റ്മെന്റ് ഒന്നും നിർത്താൻ പാടില്ല. ഡോക്ടർ എങ്ങനെയാണോ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ആ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. അത് കംപ്ലീറ്റ് ആക്കിയാൽ ആണല്ലോ നമുക്ക് ആ ഡയാലിസിസിന്റെ കറക്റ്റ് നമുക്ക് ഫലം കിട്ടുള്ളൂ, അല്ലെ? അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ഗുണം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവര് പറയുന്ന ആ ട്രീറ്റ്മെന്റ് റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്. അല്ലാതെ നമുക്ക് തോന്നിയോലോ ഒന്നും നമ്മൾ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞ് 4 പ്രാവശ്യം തന്നെ ചെയ്യണം. 2 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. അതാണ് അത് ഉദ്ദേശിക്കുന്ന ആ പോയിന്റില്. നമ്മുടെ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി, എബൈഡ്. എബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിക്കുക. എബൈഡ്, പാലിക്കുക.
നോക്കിയേ, കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. ആ പേഷ്യൻസിന്റെ ഭക്ഷണക്രമം ആ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരിക്കണം. നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർ പറയും ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, എന്തൊരു വെള്ളം കുടിക്കണം, ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഡയറ്റീഷ്യൻ പറയും. അപ്പൊ ഈ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ആ ഈറ്റിംഗ് പ്ലാൻ, നമ്മുടെ ഭക്ഷണക്രമം എന്ത് ചെയ്യണം, പാലിക്കണം. നമ്മളിപ്പോ അവര് പറയുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ ഭക്ഷണം കൂടി നമ്മൾ ആ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഭക്ഷണക്രമവും നമ്മൾ കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡയാലിസിസിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, ഗെറ്റ് as much physical activity as possible to improve your strength and heart health. Okay, get as much physical activities, നമുക്ക് എന്താ പറയാ, സാധ്യമായിട്ടുള്ള as possible, നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത്, നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ, ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യം ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. ഓക്കെ, get as much physical activity as possible to improve your strength and heart health. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള, സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ. ഡയാലിസിസ് നൽകുന്ന ആളാണ് ഡയാലിസിസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്, ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള്. ആൻഡ് ഫാർമസിസ്റ്റും ഡയാലിസിസ് പ്രൊവൈഡറും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എബൌട്ട് എന്തിനു വേണ്ടിയാ? എബൌട്ട് എനി മെഡിക്കേഷൻ, എന്തെങ്കിലും മരുന്നുകൾ, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവിടുന്ന് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്റ്റ്. ഹെർബൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രൊഡക്റ്റ് ആണ്, മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്. Products made from plants, അതാണ് ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. Products made from plants, herbal products you are taking or are considering starting. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തോ ഒക്കെ നമ്മൾ എടുക്കേണ്ട മരുന്നുകളെ കുറിച്ച്, അതിന്റെ സപ്ലൈകള്, പിന്നെ അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആരുമായിട്ട്, ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാർമസിസ്റ്റിനോട് ചോദിക്കാം. ഫാർമസിസ്റ്റും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ക്ലിയർ ആക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കണം നമ്മൾ. അതിനു വേണ്ടി അവരുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടിയാ? എബൌട്ട് എനി മെഡിക്കേഷൻ, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിംഗ് സ്റ്റാർട്ടിംഗ്. ഇനി ലാസ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞേക്കുന്ന, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം എബൌട്ട് എനി ആൻസൈറ്റി. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്കണ്ഠ. നമുക്ക് ഇത് ചെയ്യുമ്പോഴോ, അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് അതുമായിട്ട് എന്തെങ്കിലും ഉത്കണ്ഠകളോ കാര്യങ്ങളോ ഓർ സൈഡ് എഫക്ട്സ്, നമുക്ക് അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ സംസാരിക്കണം. എനിക്ക് ഇത് കഴിച്ചപ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനി ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ, അത് അങ്ങനെയാണോ എന്ന് നമ്മുടെ ഒരു ഉത്കണ്ഠ. നമുക്ക് അത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. ആ ഡയാലിസിസ് ടീമുമായിട്ട് അത് നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ ഒരു ഗസ് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. Talk with the dialysis team about any anxiety or side effects that you may have. ഓക്കെ, 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞേക്കുന്ന സ്റ്റെപ്പുകൾ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കറക്റ്റ് ആ ഫലപ്രാപ്തി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ പ്രയോജനം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കിയേ പോയിന്റ്സുകൾ. ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഉണ്ടോ നോക്കിയേ. 5 പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒന്നുകൂടി പറയേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത പോയിന്റ്സ് ഉണ്ടോ നോക്കട്ടെ.
ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്മിടുക കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ ധന്യ ഓക്കെ എന്ന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ പാലിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിലും നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ഈ മെഡിക്കേഷൻ, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്ട്സ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഉത്കണ്ഠകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അപ്പൊ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചില ആഫ്റ്റർ ഇഫക്ട്സുകൾ ഉണ്ടാവാം. അതിപ്പോ നമ്മൾ ഒരു ചെറിയൊരു മരുന്ന് കഴിച്ചാൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ അനുസരിച്ച് ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് സെയിം ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാം അല്ലെ. അതിപ്പോ ഇത് ചെയ്യുമ്പോഴും നമുക്ക് ചിലർക്കൊക്കെ എന്താ സൈഡ് എഫക്ട്സുകൾ വരാം. ഇതുപോലെ ഡയാലിസിസ് ചെയ്യുമ്പോഴും ചില സൈഡ് എഫക്ട്സുകൾ വരാം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞേക്കണം. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. രണ്ട് ടൈപ്പ് ഡയാലിസിസിനും, ഇപ്പൊ ഹീമോഡയാലിസിസ് ആണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിലും ഏതാണെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് ഡയാലിസിസിനും കുറച്ച് സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി വെദർ ഇറ്റ് സിംപ്റ്റംസ് ഈസ് ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഡയാലിസിസ് ആണെങ്കിലും അതിന് കുറച്ച് സൈഡ് എഫക്ട്സുകൾ ഉണ്ട്, അതിന് ചിലതായ ദൂഷ്യങ്ങളുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി, നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് പറയാ എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. വെദർ ഇറ്റ് സിംറ്റംസ്, അതിന്റെ സിംറ്റംസുകൾ ഷുവർ ആയിട്ട് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്തേക്കുന്നത്? കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ നമ്മുടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കുടെ ബോഡി ഇതിന് വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഓരോരുത്തർക്കുടെ ബോഡീനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്തേക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അത് ചിലപ്പോൾ സിംറ്റംസ് വ്യത്യാസപ്പെടാം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് പറയുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാ? ഡയാലിസിസ്, ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓഫ് ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ അഫക്ട് ചെയ്ത് ഡയാലിസിസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എങ്ങനെയാണ് ബോഡീനെ അഫക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് ഈ സിംറ്റംസിൽ വ്യത്യാസം വരാം. Some of the most common after effects that people tell of includes, ഇനി കോമൺ ആയിട്ട് കുറച്ച് ആളുകള് കോമൺ ആയിട്ട് പറഞ്ഞ ആഫ്റ്റർ ഇഫക്ട്സുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. 10 പേരെടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞ എന്താണ്? സൈഡ് എഫക്ട്സ് ആണ്. അത് നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ, അതാണ് ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഡയാലിസിസിനും ഇങ്ങനെ കുറച്ച് സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. അത് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയുക എന്നുള്ളത്, ഷുവർ ആയിട്ട് പറയുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാ? നമ്മുടെ ഈ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ നമ്മുടെ ബോഡീനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്തേക്കുന്നത്, അതനുസരിച്ച് സിംറ്റംസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. സാധാരണ സം ഓഫ് ദ മോസ്റ്റ് കോമൺ ആഫ്റ്റർ ഇഫക്ട് ദാറ്റ് പീപ്പിൾ ടെൽ ഓഫ് ഇൻക്ലൂഡ്, ഇത് നമ്മൾ കോമൺ ആയിട്ട് ആളുകൾ പറഞ്ഞ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 10 പേര് എടുക്കുമ്പോൾ അതിൽ 8 പേര് ഓരോ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാലോ. അപ്പൊ കോമൺ ആയിട്ട് കുറച്ച് ആളുകൾ പറഞ്ഞ ആഫ്റ്റർ ഇഫക്ട്സുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് രണ്ടിന്റെ പ്രത്യേകം തന്നിട്ടുണ്ട്. ഹീമോഡയാലിസിസിന്റെ തന്നിട്ടുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് HD? ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണ്? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഈ പോയിന്റ്സ് നോക്കുക. HD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഡയാലിസിസ്. ഓക്കെ,
ഹീമോഡയാലിസിസ് HD. നോക്കിയേ, സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു തടസ്സം വരിക, വാസ്കുലർ അസസൈറ്റില് തടസ്സം ഉണ്ടാവുക. എൻട്രൻസ് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു സർജറി നടത്തണം, നമുക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ. അതാണ് വാസ്കുലർ അസസൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ വാസ്കുലർ അസസൈറ്റിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ സിംറ്റംസ് ആണ് മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി രോഗാവസ്ഥ. അറിയില്ലാത്തവര് അവിടെ എഴുതി വെച്ചോ കേട്ടോ, ഇതിന്റെ മുകളിൽ മീനിങ് എഴുതിക്കോ. പേശി രോഗാവസ്ഥ, പേശികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങളൊക്കെ. പേശി രോഗാവസ്ഥ, മസ്കുലർ സ്പാസം. നെക്സ്റ്റ് ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയുന്നു. ഹൈപ്പോ എന്നാ പറഞ്ഞേക്കുന്നത്, ബ്ലഡ് പ്രഷർ BP കുറയുക. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് വീക്ക്നെസ്, ഡിസിനീസ് ഓർ നോസിയ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാവുക. പിന്നെ അടുത്ത ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലകറക്കം. എഴുതി വെച്ചോ, ഡിസിനസ്, തലകറക്കം, ഡിസിനസ്, തലകറക്കം. ഓർ നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം. ചിലർക്ക് അങ്ങനെ വരാം, തലകറക്കോ ഓക്കാനോ ക്ഷീണോ ഒക്കെ വരാം. വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം, നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ഓക്കെ, ബ്ലഡ് ലോസ്. ഇതൊക്കെ ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് വരുന്നതാണ്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. നെക്സ്റ്റ് ബ്ലഡ് ലോസ്. ക്ലിയർ ആയോ നോക്കിയേ എല്ലാ പോയിന്റ്സും? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നതാണ് PD. നോക്കിയ, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹെർണിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഹെർണിയ എന്ന് പറഞ്ഞാൽ കുടലിറക്കം എന്ന് പറയും മലയാളം. കുടലിറക്കം, ഹെർണിയ, കുടലിറക്കം. Weakness in your abdomen muscle, often presenting as a lump or swollen arm. ലംബ് എന്ന് പറഞ്ഞ ഒരു ചെറിയ തരം ഇങ്ങനെ വീക്കത്തിനാണ് ലംബ് അല്ലെങ്കിൽ സൊള്ളൻ. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഹെർണിയ എന്ന് പറഞ്ഞ എന്താ? പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണോ അല്ലെങ്കിൽ വയറിനകത്തുള്ള പ്രഷർ കാരണം നമ്മുടെ കുടല് പുറത്തേക്ക് ബൾജ് ചെയ്ത് സ്വെല്ല് ചെയ്ത് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. കുടലിറക്കം എന്ന് പറയും മലയാളത്തില്. ഹെർണിയ. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ, ഓഫൺ പ്രെസെന്റിംഗ് ആസ് എ ലംബ് ഓർ സ്വെല്ലൻ ആം. പേശി ഭിത്തിയുടെ ബലക്കുറവ് അല്ലെങ്കിൽ അബ്ഡോമന്റെ വയറിനകത്തുള്ള എന്തെങ്കിലും പ്രഷറൊക്കെ മൂലം ഈ കുടല് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ, സ്വെല്ല് ചെയ്ത് വരുന്ന അവസ്ഥ. ഓക്കെ, തള്ളി വരുന്ന അവസ്ഥേനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോ പെരിറ്റോണിയൽ ഡയാലിസിന്റെ ഒരു സിംറ്റംസ് ആണ് ഹെർണിയ. നെക്സ്റ്റ് രണ്ടാമത്തെ വെയിറ്റ് ഗെയിൻ. വെയിറ്റ് കൂടും, പെട്ടെന്ന് വെയിറ്റ് അവർക്ക് വണ്ണം വെക്കും. ഓക്കെ, വെയിറ്റ് കൂടും. ഇത് രണ്ടുമാണ് PDയുടെ പറയുന്നത്. ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ഓക്കെ, ഇനി നോക്കിയേ, ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് സ്വെല്ലൻ എന്ന് വെച്ചാൽ സ്വെല്ല് ചെയ്യുക, വീർത്തു വരിക എന്നുള്ള മീനിങ്. ഒരു ബൾജിങ് പോലെ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരിക. ഇനി നോക്കി, ഈവൻ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫയിങ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും അല്ലെ? ഈ ആഫ്റ്റർ ഇഫക്ട്സുകൾ പറയുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്നതാണെങ്കിലും they should be compared to the risk that arise from continuing to live with the untreated kidney failure. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വെയിറ്റ് കൂടുന്നത്, പെട്ടെന്ന് വണ്ണം വെക്കും. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ സൈഡ് എഫക്ട്സ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ ഈ എന്താ പറയാ, ഈ കിഡ്നി ഫെയിലിയർ വന്നിട്ട് നമ്മൾ അത് ട്രീറ്റ് ചെയ്യാതെ, അൺട്രീറ്റഡ് കിഡ്നി ഫെയിലിയർ, ഈ കിഡ്നി ഫെയിലിയർ വന്ന് അതിനെ ചികിത്സിക്കാതെ നമ്മൾ തുടർന്ന് ജീവിക്കുന്നതിന്റെ അപകടം, ആ അപകടത്തെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് കുഴപ്പമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന്റെ സൈഡ് എഫക്ട്സ് ടെറിഫൈങ്, സൗണ്ട് ടെറിഫൈങ് എന്ന് വെച്ചാൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് നമുക്ക് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമുക്ക് ഇങ്ങനെ കിഡ്നി ഫെയിലിയറുമായിട്ട് അതിന്റെ തകരാറുമായിട്ട് നമ്മൾ ചികിത്സിക്കാതെ നമ്മൾ തുടർന്ന് ആ ഫെയിലിയറും വെച്ച് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ അതിന് ജീവിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന എന്താ പറയാ, ജീവിക്കുമ്പോഴുണ്ടാകുന്ന അപകടം, റിസ്ക്, ആ അപകടത്തെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുക എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പ്രശ്നമില്ലല്ലോ. എന്നാൽ അത് കണ്ടിന്യൂസ് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ അവർക്ക് തകരാറുമായിട്ട് ജീവിച്ച് വരുന്ന അപകടത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് പ്രശ്നമില്ല. ഓക്കെ, അബ്ഡോമൻ മസിൽ എന്ന് വെച്ചാൽ വയറിന്റെ അകത്തുള്ള ആ ഒരു മസില്, അത്ര ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ അത് ആ ഒരു ഇതിന്റെ പ്രഷറും കൊണ്ടൊക്കെ നമുക്ക് ആ കുടല് പുറത്തേക്ക് വരുന്നു, അതാണ് സെല്ല് ചെയ്ത് വരുന്നത്, ഇതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താന്നുള്ളത്. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഏതൊക്കെയാ നോക്കണം. പീഡിയുടെ, ഹെർണിയ, വെയിറ്റ് ഗെയിൻ, അത് രണ്ടും പഠിക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ എന്താ കൺക്ലൂഡ് പറഞ്ഞത് നമ്മൾ ഇതിന്റെ സൈഡ് എഫക്ട്സുകൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരാമെങ്കിലും നമ്മൾ ഇതിന്റെ സൈഡ് എഫക്ട്സ് അയ്യോ പേടി വരുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവോ എന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ ആ ഫെയിലിയറും കൊണ്ട്, കിഡ്നി ഫെയിലിയറും കൊണ്ട് നമ്മൾ തുടർന്ന് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന റിസ്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇനി അടുത്ത് ഡയാലിസിസ് സെന്റർ ആണ്. ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ് കേട്ടോ. ഇതൊരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, സ്ഥാപനമാണ്. എന്ത് ചെയ്യുന്നതാണ്? ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ. റീനൽ ഫെയിലിയർ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, that treat the patient with a renal failure, that is dialysis center. It is a clinical establishment that treat the patient with a renal failure. Sometimes patient with a normal renal function also need hemodialysis. ഇനി നോർമൽ ചില പേഷ്യൻസ്, ചില സമയത്ത് പേഷ്യൻസ് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാം. ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണിങ്. ചില ഈ പോയിസണിങ് ഉള്ള രോഗികളെ പോലെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, ഈ നോർമലി കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും ഡയാലിസിസ് ആവശ്യമായിട്ട് വരാം. ദ ഡയാലിസിസ് സെന്റർ മേ ആക്ട് either or both inpatient and outpatient, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis beside to hemodialysis. But now here the dialysis center may act either or both inpatient and outpatient. But dialysis center inpatient service നടത്താം. അതായത് അവിടെ കിടത്തി നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസുകൾ നടത്താം. ആൻഡ് ഔട്ട് പേഷ്യന്റ് വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകുന്ന രീതിയിലുള്ള സർവീസുകളും ഈ ഡയാലിസിസ് സെന്ററിൽ നടത്താം. എന്തിനു വെച്ചിട്ടോ? ഓർ ബോത്ത്, അല്ലെങ്കിൽ രണ്ടും നടത്താം. ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസുകളും നടത്താം. റിലയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. മെഡിക്കൽ ഫെസിലിറ്റി നോക്കിയിട്ട് നല്ല ഫെസിലിറ്റി ഉണ്ട്, അവിടെ കിടത്തിയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാം. ഇനി അത് നമുക്ക് ഫെസിലിറ്റിന് അനുസരിച്ച് നമുക്ക് രണ്ടും വേണമെങ്കിൽ കൊടുക്കാം. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കാം. റിലയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. പിന്നെ അതുകൂടാതെ നോക്കി എന്തുകൂടി നൽകാന്ന് പറഞ്ഞേ? സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. സ്വന്തമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും പേഷ്യന്റിന് കൊടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് തന്നെ ചെയ്യാം. അപ്പൊ അവർക്ക് തന്നെ ചെയ്യാനുള്ള ട്രെയിനിങ്
ട്രെയിനിങ്ങുകളും ഈ ഡയാലിസിസ് സെന്ററിലൂടെ നൽകാം. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ഡിസൈഡ് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ട്രെയിനിങ്ങുകളും ഡയാലിസിസ് സെന്റർ വഴി നൽകാം. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? അപ്പൊ ഡയാലിസിസ് സെന്റർ എന്താണെന്നുള്ള ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. നോക്കിയേ, ഡയാലിസിസ് സെന്റർ the dialysis center at either or both the inpatient and outpatient services നൽകാം. Relying on the medical facility type അനുസരിച്ച് both the inpatient and outpatient സർവീസുകൾ നൽകാം. ആൻഡ് ടു പ്രൊവൈഡ്, പിന്നെ അതുകൂടാതെ നമ്മൾ ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഡയാലിസിസ് സെന്ററിലൂടെ നൽകാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കണ്ടേ. ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഡയാലിസിസ് സെന്ററിന് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണം? അടിസ്ഥാന സൗകര്യങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഡയാലിസിസ് സെന്ററിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഓക്കെ. The dialysis area should be provided with air conditioning. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡയാലിസിസ് ഏരിയ എങ്ങനെയായിരിക്കും? should be provided with air conditioning. നല്ല എയർ കണ്ടീഷനിങ് വേണം. ഓക്കെ. ഡയാലിസിസ് ഏരിയ should be provided with air conditioning. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. Each machine should be at the center of adequate area to permit easy movement of personnel and resuscitation. Resuscitation എന്ന് പറഞ്ഞാൽ ഉണർവ് വരുത്തുന്ന അല്ലെങ്കിൽ ഉത്തേജന, ഉണർവ് വരുത്തുന്ന whenever needed. Resuscitation equipment whenever needed. അപ്പൊ നോക്കിയേ, ഈ ഈച്ച് മിഷ്യൻ, ഡയാലിസിസ് മിഷ്യൻ എവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഷുഡ് ബി അറ്റ് ദ സെന്റർ, നടുക്കായിരിക്കണം ഓഫ് ദ ആഡിക്വേറ്റ് ഏരിയ. അപ്പൊ ആ റൂമിന്റെ ഇങ്ങനെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഏരിയയുടെ നടുക്കായിരിക്കണം ഓരോ മിഷ്യനും. ഈച്ച് മിഷ്യൻ ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ നടുക്കിടന്ന് പറഞ്ഞേ? ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ആ ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനും അവിടുത്തെ പിന്നെ പേഷ്യൻസിനെ ഈസി ആയിട്ട് ഈസി മൂവ്മെന്റ് പേഴ്സണൽ എന്നാണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഈച്ച് മിഷ്യൻ, ഡയാലിസിസ് മിഷ്യൻ എവിടെയായിരിക്കണം? സെന്ററിലായിരിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഈച്ച് മിഷ്യൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. ടു എന്തിനു വേണ്ടിയിട്ട് സെന്ററിലാവണമെന്ന് പറയാൻ? പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പേഴ്സണൽ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ചുറ്റുമൊക്കെ ഈസി ആയിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് സെന്ററിലായിരിക്കണം. ഇനി അടുത്ത തേർഡ് പോയിന്റ്, ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സെൽഫ് ഗാർഡിങ്. സെൽഫ് ഗാർഡിങ് സംരക്ഷിക്കുക എ പേഷ്യന്റ് പ്രൈവസി. അപ്പൊ ഇതിന്റെ ലേഔട്ട് എങ്ങനെ വേണം? പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് വേണം. പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ്. സേഫ് ഗാർഡിങ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള മീനിങ്. അപ്പൊ പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് വേണം അതിന്റെ ലേഔട്ടിന്. The layout must have a facility. Layout ചെയ്യുമ്പോൾ എന്ത് ഫെസിലിറ്റി വേണം? ഫോർ സെൽഫ് ഗാർഡിങ് എ പേഷ്യന്റ് പ്രൈവസി. പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ, പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വേണം. അത് ലേഔട്ടിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഐസൊലേഷൻ റൂം ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അതായത് ആ പേഷ്യന്റിന് മറ്റുള്ള പേഷ്യൻസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അവരെ ഒരു സെപ്പറേറ്റ് റൂം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഐസൊലേഷൻ റൂം.
അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഐസൊലേഷൻ റൂം, ഐസൊലേഷൻ റൂം. അതിന്റെ താഴെ തന്നെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എഴുതിപ്പോ ഐസൊലേഷൻ റൂം. സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ്, ഐസൊലേഷൻ റൂംസ് ആർ സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ്, special hospital rooms that keep, special hospital rooms that keep patients, patients, P-A-T-I-E-N-T-S, patients separate from, separate, separate ചെയ്യുക, വേർതിരിക്കുക, separate from other people, patient separate from other people, with people, while other people, while they receive, while they receive medical care, while they receive medical care. ഇതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ആണ്. Isolation rooms are special hospital rooms that keep the patients separate from other people while they receive medical care. Medical care സ്വീകരിക്കുന്ന സമയത്ത് പേഷ്യന്റിനെ മറ്റുള്ള ആളുകളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുള്ള സ്പെഷ്യൽ റൂമുകളെയാണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി, 4th one, ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ഐസൊലേഷൻ റൂം വേണം. There should be a distinct area for dialyzing patient with the condition that need isolation. Discernible എന്ന് വെച്ചാൽ അഭികാമ്യം എന്നുള്ളത്. To guarantee safety to patient and the staff in the dialysis room. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഡയാലിസിസ് റൂം, ഡയാലിസിസ് റൂമിലുള്ള പേഷ്യന്റിനും സ്റ്റാഫിനും, പേഷ്യന്റിനും സ്റ്റാഫിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്താൻ, ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക, ഗ്യാരണ്ടി. ഡയാലിസിസ് റൂമിലെ പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി, സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥയിലുള്ള രോഗിയെ, ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥയിൽ ഉള്ള രോഗിയെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. There should be a distinct area, ഒരു പ്രത്യേക സ്ഥലമാണ് for dialytic patient with the condition that need isolation. ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥയിലുള്ള രോഗികളെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് വേണം? ഐസൊലേഷൻ റൂമും വേണം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാ? ടു ഗ്യാരണ്ടി സേഫ്റ്റി ടു പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ് ഇൻ ദ ഡയാലിസിസ് റൂം. ഡയാലിസിസ് റൂമിലുള്ള പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സുരക്ഷിതത്വം, സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, this area should have a free water supply and drainage facility. ഇവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ? This area should have a free water supply, ഫ്രീ വാട്ടർ സപ്ലൈ വേണം, ആൻഡ് ഡ്രെയിനേജുകൾ, വേസ്റ്റ് ഒക്കെ കളയാനുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസും വേണം. This area should have a free water supply and drainage facilities. ഇനി 5th point, ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. The dialysis center shall exhibit appropriate signage which shall be in at least 2 languages. Signage എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ. എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രദർശിപ്പിക്കുക. The dialysis center shall exhibit. ഡയാലിസിസ് സെന്ററിൽ എന്ത് പ്രദർശിപ്പിക്കണം? appropriate signage which shall be in at least 2 language. അറ്റ്ലീസ്റ്റ് 2 ഭാഷയിലെങ്കിലും എഴുതിയ, 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയ സൈനേജുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ എക്സിബിറ്റ് ചെയ്യണം, പ്രദർശിപ്പിക്കണം. അത് ഓരോ റീജിയനും ബേസ് ചെയ്തിരിക്കും. നമ്മുടെ ഇവിടെയാണെങ്കിൽ നമുക്ക് മലയാളത്തിലും കൊടുക്കാം, ഇംഗ്ലീഷിലും കൊടുക്കാം. നെക്സ്റ്റ്, തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് വ്യത്യാസം അനുസരിച്ച് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തമിഴാണ്, തമിഴും കൊടുക്കാം, ഇംഗ്ലീഷിലും കൊടുക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ, 2 ലാംഗ്വേജില്, അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈനേജുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കണം. ഈ പോയിന്റ്സുകൾ ഒന്ന് വേഗം നോക്കിയേ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ നോക്കിയേ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സില്
ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റാ. സെക്കൻഡ് പോയിന്റ് എന്താ? നമ്മൾ ആ മെഷീന്റെ കാര്യം പറഞ്ഞേ. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. ആഡിക്വേറ്റ് എന്ന് വെച്ചാൽ അവിടെ അനുവദിച്ചിട്ടുള്ള ഏരിയ, അത് വെക്കാൻ അനുവദിച്ചിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്യണം? മെഷീൻ സെന്ററിൽ വെക്കണം എന്നാ പറഞ്ഞത്. ഡയാലിസിസ് മെഷീൻ സെന്ററിൽ പ്ലേസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? To permit easy movement of personal and resuscitation equipment whenever needed. ആവശ്യമുള്ളപ്പോഴൊക്കെ ആ എക്യുപ്മെന്റ്സുകൾ എത്തിക്കാനും, പിന്നെ അതുപോലെ തന്നെ അവിടെ എന്താ പേഷ്യന്റിന്റെ ആ പേഴ്സണൽ, ആ ഉദ്യോഗസ്ഥര്, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ, അവർക്ക് ഈസി മൂവ്മെന്റിനും അവർക്ക് തടസ്സം ഉണ്ടാവരുത് അതികൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അവർക്ക് ഈസി മൂവ്മെന്റിനും വേണ്ടിയിട്ട് ആ ഡയാലിസിസ് മെഷീൻ സെന്ററിൽ വെക്കണം. അതിന് അനുവദിച്ചിട്ടുള്ള ഏരിയയുടെ സെന്ററിൽ പ്ലേസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് നോക്കാം. ഓക്കെ, നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ്സ് ഓർ റിലേറ്റീവ് ഹാസ് ദ ഫോളോയിങ് റൈറ്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ഡയാലിസിസ് സെന്റർ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ കറക്റ്റ് ചെയ്യുക. ഡയാലിസിസ് എന്നാണ് കേട്ടോ. DIALYSIS, ഡയാലിസിസ് സെന്റർ. പേഷ്യന്റിന് അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സിന് എന്തുണ്ട്? കുറച്ച് അവകാശങ്ങളുണ്ട്. ഡയാലിസിസ് സെന്ററുകളെ സംബന്ധിച്ച് കുറച്ച് അവകാശങ്ങളുണ്ട് അവർക്ക്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ പേഷ്യന്റിനെയും അവർ റെപ്രസെന്റ് ചെയ്യുന്നത് യും ഒക്കെ ഡയാലിസിസ് സെന്ററിനെ ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങള്, അവരുടെ അവകാശങ്ങള് എന്ത് ചെയ്യുക? സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്രൊവൈഡ് ആംബിൾ. ആംബിൾ എന്ന് വെച്ചാൽ മതിയായ, അഡിക്വേറ്റ്, മതിയായ. പ്രൊവൈഡ് ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഇൽനെസ്. അതിന്റെ സ്വഭാവം, കോസ് ഓഫ് ഇൽനെസ്, രോഗത്തിന്റെ കാരണം, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, കെയർ, ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന ഫലം, റിസൾട്ട് എന്താണെന്നുള്ളത്. അത് ലൈക്ലി കോംപ്ലിക്കേഷൻ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ അവരെ അറിയിക്കണം. പേഷ്യന്റിനെ അതുപോലെ തന്നെ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ അറിയിക്കണം. നമ്മൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ടേ? ഈ ഡയാലിസിസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഇങ്ങനെയായിരിക്കും, അത് ഈ നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, ഇത് പിന്നെ കോസ് ഓഫ് ഇൽനെസിന്റെ കാരണം, അതിന്റെ നേച്ചർ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അറിയിക്കണം. അവർക്ക് അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അല്ലാതെ നമ്മൾ വേഗം ഡയാലിസിസ് പേഷ്യന്റ് വന്ന് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ കംപ്ലൈന്റ് പറയില്ലേ? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയും അവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ കോംപ്ലിക്കേഷൻ സാധ്യതകളൊക്കെ നമ്മൾ അവരോട് പറയണം. അത് ആര്? അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Provide ample information about the nature, cause of illness, proposed investigation and care, expected result of treatment, likely complication. കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് അവരത് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ലേ പേഷ്യന്റിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നില്ലേ എന്നുള്ളതൊക്കെ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ആരും ഒരു തമ്പൊന്നും ഇട്ടില്ലല്ലോ.
ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. ഇനി സെക്കൻഡ് നോക്കിയേ, patient has the right ആട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്തേ, RIGHT, right to know the bill, so expected cost of treatment should be discussed before treatment. Okay, patient has right to know the bill. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബില്ല്, സോ എക്സ്പെക്ടഡ് കോസ്റ്റ്, ആ ട്രീറ്റ്മെന്റിന് എത്ര കോസ്റ്റ് ആകും, ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ പേഷ്യന്റിനോട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അത് അഡ്മിനിസ്ട്രേഷൻ പറയും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഇന്നൊരു സർജറി ചെയ്യുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർ പറയും ഏകദേശം ഇത്ര രൂപയാകും, അല്ലെ, ഇത്രത്തോളം രൂപയാവും ആ ട്രീറ്റ്മെന്റിന് എന്നുള്ളത് അവർ നേരത്തെ പറയും. എങ്കിലാണ് നമുക്ക് അത്രയും ക്യാഷ് ഒപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെ. അല്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ബില്ല് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം നിങ്ങൾ, അപ്പൊ അന്നേരം കംപ്ലൈന്റ് ചെയ്യാം, അല്ലെ. ആ പേഷ്യൻസിന് കംപ്ലൈന്റ് ചെയ്യും, ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ ഇത്രയും ബില്ലാവും എന്നുള്ളത്, ഇപ്പൊ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും, അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണേ, നമ്മള് ബില്ല് ആ ട്രീറ്റ്മെന്റിന് എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന കോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ പേഷ്യന്റിനോട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, patient has the right to know the bill, so expected cost of treatment should be discussed before treatment. Clear alle? Next, to inform consent prior to specific test or treatment. Consent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെന്റ്, മുൻകൂർ സമ്മതം. എഴുതി വെച്ചോ, മുൻകൂർ സമ്മതം. കോൺസെന്റ്, മുൻകൂർ സമ്മതം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ സർജറിന്ന് തന്നിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകളോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, അതിന് മുന്നേ ഒരു മുൻകൂർ സമ്മതം മേടിക്കണം. ഫോം ഫില്ല് ചെയ്ത് മേടിക്കാറില്ലേ, എനിക്ക് ഇന്നത് ചെയ്യാനായിട്ട് സമ്മതമാണെന്ന് പറഞ്ഞ് പേഷ്യന്റിനെ കൊണ്ടും അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് അപ്പൊ ഒപ്പിടിച്ച് മേടിക്കും, മുൻകൂർ സമ്മതം മേടിക്കും. ഇനി എന്തെങ്കിലും ബൈ ചാൻസിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവാൻ പാടില്ല. ആ പേഷ്യന്റിന്റെ അറിവോട് കൂടിയാണ്, സമ്മതത്തോട് കൂടിയാണ് ആ സർജറി ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ, ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ആ സമ്മതം മേടിക്കണം. പ്രത്യേകിച്ച് എക്സാമ്പിൾ ആയിട്ട് സർജറി പറയാണ്, സർജറി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്യുന്നേക്കാൾ മുന്നേ ആ പേഷ്യന്റിന്റെ അതിന് മുൻകൂർ സമ്മതം എഴുതി മേടിക്കണം. എനിക്കിത് ചെയ്യാൻ സമ്മതമാണ് എന്നുള്ളത്, അങ്ങനെ ഒരു സമ്മതം എഴുതി മേടിക്കണം. ടു ഇൻഫോംഡ് കോൺസെപ്റ്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്, എക്സാമ്പിൾ സർജറി. ഈ 3 പോയിന്റും ക്ലിയർ ആയോ നോക്കിയേ, 3 പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് എന്നാ ക്ലാസ് ഒന്ന് നിർത്താം. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ നോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് നോക്കി, നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തോളൂ. ഒന്ന് ഇപ്പൊ ലേറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് ഇത്തിരി വൈകിയാണ് നമ്മൾ തുടങ്ങിയത്. ഇനിയും നിങ്ങൾ ഇരുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, നോക്കി, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ CRRT പഠിച്ചു, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കീം ഓഫ് ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത് CRRT ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായി ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അത് ഹീമോ ഡയാലിസിസിനും ഉണ്ടാവാം, പെരിറ്റോണിയൽ ഡയാലിസിസിനും ഉണ്ടാവാം. അത് രണ്ടിന്റെ പ്രത്യേകം തന്നിട്ടുണ്ട്. അപ്പൊ അത് സൈഡ് എഫക്ട്സുകൾ, ആ പോയിന്റ്സുകൾ വായിച്ചു നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ clinical establishment that treat the patient with the renal failure, that is dialysis center. ഇനി ഡയാലിസിസ് സെന്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് അത് വേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന് 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഞാനപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.